എൻ്റെ പേരൻസ് പറഞ്ഞു SSLC കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവായൂരെന്ന് പറഞ്ഞു, ആര് കൃഷ്ണൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെ പിടിച്ചുകൊണ്ട് വന്നു തിരിച്ച്. ഒരു സമയത്ത് എനിക്ക് ഈ ഫിസിക്സിൽ നിന്ന് ഈ സത്യം തേടിയെത്താൻ പറ്റൂല എന്നൊരു കൺവിക്ഷൻ വന്നു IIT പോയതിന് ശേഷം. അതിന് കാരണം എന്താണ്? ബൈ ഡെഫിനിഷൻ സയൻസ് പറയുന്നത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്ന ലോകം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്നവർ ലിമിറ്റ് അവർ പറയുകയാണ്. അപ്പം നമ്മളെ മനസ്സെന്താണെന്നോ ബുദ്ധി എന്താണെന്നോ ഈ കോൺഷ്യസ്നെസ് എന്താണെന്നോ അതിന് ഒരു എക്സ്പ്ലനേഷൻ സയൻസിലില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ സയൻസിൽ എല്ലാം കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൈൻഡ് വരും, ഒരു ബുദ്ധി വരും എന്നുള്ളത്. അപ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈ. IIT ലൈബ്രറിയിൽ പ്രഭുപാദയുടെ ഒരു പുസ്തകം വായിച്ചു. അവിടെ തന്നെ ഇരുന്നങ്ങ് പുസ്തകം തുറന്നപ്പോഴത്തേക്ക് അതിൽ ഒരു 2 ലൈന്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർഗോവിന്ദ സർവ്വകാരണ കാരണം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഥയാണെന്ന്. കൃഷ്ണന് സർവ്വകാരണ കാരണം എന്ന് പറയുന്നുണ്ട്, ഇതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പ്രഭുപാദയുടെ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ എഴുതിയ ഭഗവത്ഗീത ഭാഗവതമെല്ലാം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഈ ജ്ഞാനം ഗ്രഹിക്കണം, സാക്ഷാത്കാരം ചെയ്യണം, അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ വന്നാണ് ഞാൻ 23-ാമത്തെ വയസ്സിൽ ഇസ്കോണിൽ വന്നങ്ങ് ചേർന്നു.